ഇവിടെ സമാനമായ രീതിയിൽ തന്നെ ഒരു വെളിപ്പെടുത്തൽ കുറച്ച് നാളുകൾക്ക് മുമ്പുണ്ടായി. അത് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയാണ്. ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ഒരു വെളിപ്പെടുത്തൽ നടത്തിക്കൊണ്ട് പറഞ്ഞത് CPM-ന്റെ ഉന്നതരായ നേതാക്കന്മാരെല്ലാം വലിയ വലിയ ഡീലർമാരാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഡീലുകൾ നടത്തുന്ന ഉന്നത CPM നേതാക്കന്മാരൊക്കെ ഇന്ന് ഈ ജില്ലയ്ക്കകത്ത് CPM-ന്റെ ലീഡർമാരായിട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ്? ഇവിടെ അഴിമതിയുണ്ടെന്നും വലിയ രീതിയിൽ ഇങ്ങനെ പണപ്പിരിവുണ്ടെന്നും വലിയ രീതിയിൽ CPM-ന്റെ നേതാക്കന്മാരൊക്കെ പണം സമ്പാദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ശരത്ചന്ദ്രൻ എന്ന് പറയുന്ന പിന്നെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി പാർട്ടിക്ക് പുറത്തുപോയി. അയാൾ ഇന്ന് ബ്രാഞ്ച് കമ്മിറ്റി അംഗമോ മറ്റോ ആയി തരം താഴ്ത്തപ്പെട്ടു. നോക്കൂ, അങ്ങനെ ഒരു ചൂണ്ടിക്കാണി അത് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു ഫോൺ സംഭാഷണം എന്നാണ് അയാൾ തന്നെ പറഞ്ഞത്. അപ്പോൾ ഈ കച്ചവടങ്ങളൊക്കെ എത്രയോ നാൾ മുമ്പേ തുടങ്ങി. അവരുടെ കൂട്ടത്തിലെ ചെറുപ്പക്കാർ തന്നെ അതിനെതിരെ പലപ്പോഴും അവർക്കിടയിൽ ഇങ്ങനെ പുറത്തു പറയാൻ ഭയപ്പെട്ടുള്ള നടത്തിയ സംഭാഷണങ്ങളാണ് ഒന്ന് ഓഡിയോ സന്ദേശമായി പുറത്തു വന്നത്. ആ പുറത്തു വന്നപ്പോൾ ആ ചെറുപ്പക്കാരനെതിരെ നടപടിയെടുത്തു. ഇങ്ങനെ ഡീലുകൾ നടത്തിയിരുന്നു എന്ന് പറയുന്ന ആളുകൾക്കെതിരെ നടപടിയില്ല. കരുവന്നൂരിൽ കൊള്ള നടത്തിയെന്ന് പറയുന്ന നേതാക്കന്മാർക്കെതിരെ നടപടിയില്ല. MK കണ്ണൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ വലിയ ഉന്നതരായി ഇന്നും വിന്യസിക്കുകയാണ്. അതിന് നേതൃത്വം കൊടുത്ത ആളാണ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും സംരക്ഷണം നടത്തിയെന്ന് പറഞ്ഞാൽ AC മൊയ്തീനെതിരെ നടപടിയില്ല. ഒരു ഫോൺ സംഭാഷണത്തിൽ തൻ്റെ സഹപ്രവർത്തകനോട് നമ്മുടെ നേതാക്കന്മാരൊക്കെ ഇത്തരത്തിൽ പണം സമ്പാദിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആ ചെറുപ്പക്കാരനെ പിടിച്ച് താഴെ കിട്ടും. എന്നിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ശരത്പ്രസാദ് അന്ന് പറഞ്ഞ കാര്യം വടക്കാഞ്ചേരിയിലെ ഈ ഡീലിലൂടെ വ്യക്തമാക്കപ്പെടുകയാണ്. CPM നേതാക്കന്മാരെല്ലാം വെൽ സെറ്റിൽമെൻറ്റിൻ്റെയും ആളുകളായി മാറുകയാണ്. എല്ലാവരും ഡീലിങ്ങുകളുടെ പുറകെയാണ്. ആ ഡീലിങ്ങുകൾ നടത്തുന്ന നേതാക്കന്മാരാണ് തൃശ്ശൂർ ജില്ലയിലെ ലീഡർമാരായി ഇന്ന് തുടരുന്നത്. ഇതൊരു അഴിമതിയുടെ ഭാഗമായിട്ടുള്ളതാണ്. ഇങ്ങനെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന് 50 ലക്ഷമാണെങ്കിൽ ഇവിടെ തൊട്ട് മുമ്പ് കോർപ്പറേഷനൊക്കെ ഉൾപ്പെടെ ഉള്ള ഘട്ടങ്ങളിലൊക്കെ എത്രയൊക്കെ ലക്ഷങ്ങളുടെ ഓഫറുകൾ ഈ ജില്ലയ്ക്കകത്ത് CPM നടത്തിയിട്ടുണ്ടാകും. ഇതിൻ്റെ പണത്തിൻ്റെ സോഴ്സ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ആവർത്തിക്കുന്നു. ഈ പണത്തിൻ്റെ സോഴ്സ് കരുവന്നൂരിലെ പാവപ്പെട്ട ജനങ്ങളുടെ നിക്ഷേപത്തിൻ്റെ ഭാഗമായി അടിച്ചു മാറ്റിയ പണം. ആ പണം തൊണ്ടി മുതലാണ്. ആ തൊണ്ടി മുതലാണ് ഇവരിപ്പോഴും ഇവിടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇതിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാകണം. ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടും ഇതിനെ കൂട്ടി ഇതിനുമായി ബന്ധപ്പെട്ടത് അന്വേഷിക്കാൻ സാധിക്കുമെങ്കിൽ അതിൻ്റെ ഭാഗമായി അന്വേഷണം ഉണ്ടാകണം. അഴിമതി പണത്തിലൂടെ കോഴപ്പണത്തിലൂടെ നേടിയെടുത്ത പ്രസിഡന്റ് സ്ഥാനം നഫീസ രാജിവെക്കണം. അവിടെ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് അടിയന്തര പ്രതികരണം എന്ന നിലയ്ക്ക് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ 2 മണിക്ക് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തും. വരും ദിവസങ്ങളിൽ ഇവർ രാജിവെച്ച് പുറത്തു പോകാൻ തയ്യാറാകുന്നില്ല എങ്കിൽ കോൺഗ്രസ് സമരങ്ങൾക്ക് പിന്തുണയുമായി, കോൺഗ്രസിന്റെ സമരങ്ങൾക്കുള്ള ഉറച്ച പിന്തുണയുമായി യൂത്ത് കോൺഗ്രസിന്റെ തുടർ സമരങ്ങൾ കൂടി ഉണ്ടാകുമെന്ന് കൂടി പ്രഖ്യാപിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതോടൊപ്പം മറ്റൊരു കാര്യം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇന്നലെ മാധ്യമങ്ങളെ കണ്ട് പ്രതികരിച്ചതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിച്ചിട്ടുള്ള ആളുകളെ സ്ഥിരപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്ന ഒരു ഘട്ടമുണ്ടായി. അതിനെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കാൻ വേണ്ടി കൂടി സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ച വിവരം കൂടി ഇവിടെ പങ്കുവയ്ക്കുകയാണ്. അല്ല, അത് CPM ആണ് ഇനി വെളിപ്പെടുത്തേണ്ടത്. എവിടെയൊക്കെ എത്രയൊക്കെ പർച്ചേസുകൾ നടത്തിയിട്ടുണ്ട്, അതിനെവിടെയൊക്കെ എത്രയൊക്കെ വീതം പണം നൽകിയിട്ടുണ്ട് എന്നുള്ളത് CPM തന്നെ വെളിപ്പെടുത്തട്ടെ. എന്തായാലും ആ തെരഞ്ഞെടുപ്പിലും സ്വാഭാവികമായി CPM-ന്റെ ശക്തമായ CPM-ന്റെ ബലം കൊണ്ടല്ല 5 വർഷം കോർപ്പറേഷൻ ഭരിച്ചത്. CPM-ന്റെ ബലം കൊണ്ടല്ല ഇപ്പോൾ മറ്റത്തൊരു പഞ്ചായത്തിനകത്തേക്ക് തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കാൻ വേണ്ടി കടന്നു വന്നത്. അവരുടെ സംഘടനാ ബലം കൊണ്ടല്ല. വിമതനായി ജയിച്ച കോൺഗ്രസ് നേതാവിനെ കൈമാറ്റം ചെയ്ത് കൊണ്ടുപോയിട്ടാണ്. അവിടെ കോൺഗ്രസ് പോലും പിന്തുണച്ചത് മറ്റത്തൂരിലെ ഔസേപ്പിനെയാണ്. കോൺഗ്രസിന്റെ 8 അംഗങ്ങൾ പോലും ആദ്യഘട്ടത്തിൽ പിന്തുണച്ചത് പ്രസിഡന്റാക്കാൻ വേണ്ടി പിന്തുണച്ചു കൊണ്ടുവന്ന ഔസേപ്പിനെയാണ്. ഔസേപ്പ് എങ്ങനെ മാറി എന്നുള്ള പകപ്പാണ് അവിടെയുള്ള ജനങ്ങൾക്കുണ്ടായിരുന്നത്. ഔസേപ്പ് എങ്ങനെ മാറിയെന്ന് ഇപ്പോൾ ഈ വടക്കാഞ്ചേരി വർഷയും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ സമാനമായ രീതിയിൽ ജില്ലയ്ക്കകത്ത് വ്യാപകമായി പണമൊഴുക്കി CPM നടത്തുന്നുണ്ട്. ഈ പണം അഴിമതി പണമാണ്. 9.5 വർഷക്കാലത്ത് സർക്കാരിൻ്റെ ഭരണത്തിന് കാലഘട്ടത്തിൽ സമ്പാദിച്ചിട്ടുള്ള അഴിമതി പണമാണ്. കരുവന്നൂർ പോലെയുള്ള മേഖലയിലുണ്ടായ അഴിമതി പണമാണ്. തൃശ്ശൂർ കോർപ്പറേഷനിലും സമാനമായ രീതിയിൽ നടത്തിയിട്ടുള്ള ഒട്ടേറെ അഴിമതികളുണ്ട്. അത് മാധ്യമപ്രവർത്തകരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൻ്റെയൊക്കെ പണം ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ CPM-ന് വലിയ പരാജയമുണ്ടായെന്നും ആ പരാജയത്തിൽ പാർട്ടി വലിയ അസ്വസ്ഥരാണെന്നും പരാജയത്തെ മൂടിവെക്കാൻ എങ്ങനെയും അധികാരം നിലനിർത്താൻ കഴിയുന്ന ഇടങ്ങളിലെല്ലാം ഇങ്ങനെ പണമൊഴുക്കി ഇടപെടാൻ വേണ്ടി തീരുമാനിക്കുന്നതിൻ്റെ പുറകിൽ കൃത്യമായ പാർട്ടിയുടെ നിർദ്ദേശമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുഖ്യമന്ത്രി മറ്റത്തൂരൊരു പഞ്ചായത്തിലെ പ്രാദേശികമായ ഒരു വിഷയത്തെ സംബന്ധിച്ച് പോലും പ്രതികരിച്ച അദ്ദേഹം CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എങ്ങനെ പ്രസിഡന്റായി എന്നുള്ളതിനെ സംബന്ധിച്ച് പ്രതികരിക്കാൻ വേണ്ടി കൂടി തയ്യാറാകണം എന്നുകൂടി സൂചിപ്പിക്കുകയാണ്.